ഇതെന്താണെന്നറിയോ, മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലം കേട്ടോ ഇത്. അങ്ങനെ അവസാനം കുഞ്ഞേച്ചി എൻ്റെ അടുത്തേക്ക് വരും കേട്ടോ, അല്ലെങ്കിൽ ഇപ്പം ഞാനാണല്ലോ അങ്ങോട്ടേക്ക് പോവാറ്. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഫോർഷൈമിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഒരു പള്ളി ഉണ്ടെന്നൊക്കെ. അപ്പോൾ പിന്നെ കുഞ്ഞേച്ചി വന്നുകൊണ്ട് ഞാൻ വിചാരിച്ചു അങ്ങോട്ടേക്ക് പോകാം. നമ്മൾ അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഉറക്കണീറ്റു. അതാട്ടോ കണ്ണൊക്കെ ഇങ്ങനെ ഒരുമിച്ചിരിക്കുന്നത്. സ്റ്റോപ്പ് മാറി ഇറങ്ങി, അതാണ് ഇപ്പോൾ പെട്ടത്. ഒരു സ്റ്റോപ്പ് വർത്താനം പറഞ്ഞിരുന്ന് ഇറങ്ങി തെറ്റി. അങ്ങനെ അരമണിക്കൂർ പോയി ഏതോ സ്ഥലത്ത് ഇറങ്ങി ഇനി തിരിച്ചു പോകാം. അങ്ങനെ അവസാനം നമ്മൾ പള്ളിയിൽ എത്തിയിട്ടോ. ആ പള്ളീൻ്റെ അറ്റ്മോസ്ഫിയറും ഒന്നും പറയാൻ പറ്റില്ല. ഒരു ഹെവൻലി ഫീലായിരുന്നു കേട്ടോ. ശരിക്കും നമുക്ക് അവിടെ എത്ര സമയം വേണമെങ്കിലും ഇരിക്കാം. അന്ന് ഞങ്ങൾ പോയ ദിവസമാണെങ്കിൽ നല്ല ചൂടായിരുന്നു. പക്ഷെ അവിടെ എത്തിയപ്പോൾ നമുക്കൊരു പ്രത്യേക സമാധാനമായിരുന്നു കേട്ടോ. ഈ സ്ഥലത്താണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. നമ്മളാണെങ്കിൽ പള്ളിയിൽ കുറച്ചധികം സമയം ഇരുന്ന് പ്രാർത്ഥിച്ച് കൊന്തയൊക്കെ ചൊല്ലി. ഇവിടെ കണ്ടോ, ഇവിടെ നമുക്ക് നമ്മുടെ നിയോഗങ്ങളൊക്കെ എഴുതിയിടാം കേട്ടോ. ഈ പള്ളിയിലേക്ക് വരാനുള്ള ലൊക്കേഷനൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോകാമെന്ന് വെച്ചു. അങ്ങനെ നേരെ വീട്ടിലേക്ക് പോകാൻ പറ്റില്ലല്ലോ, പുറത്തിറങ്ങിയാൽ പുറത്തുനിന്ന് ഫുഡ്, അത് നമ്മളെ മെയിൻ ആട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഞാനാണെങ്കിൽ നല്ല ചൂട് ചിക്കൻ ദോശയാണ് വാങ്ങിച്ചത്. കുഞ്ഞേച്ചി ആണെങ്കിൽ മട്ടൻ ദം ബിരിയാണി വാങ്ങിച്ചു. പിന്നെ നമ്മൾ മാംഗോ ലസ്സിയും നറുനീണ്ടി സർബത്തും അങ്ങനെ എന്തൊക്കെയൊക്കെയോ വാങ്ങിച്ച് വയറൊക്കെ നിറഞ്ഞ് വീട്ടിലേക്ക് പോയി. അപ്പം അത്രയേ ഉള്ളൂ, ബൈ.